നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ നില അതീവ ഗുരുതരം. ലോകത്തെ വിറപ്പിച്ച ഡൊണാൾഡ് ട്രംപ് അവസാനം വീണിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലടക്കം വലിയ ആശങ്ക പുകയുകയാണ്. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിൽ, അതായത് ദാവോസിൽ വെച്ച് നടന്നാണ്. അവിടെ വെച്ച് നടന്ന ആ എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത ട്രംപിന്റെ ശരീരഭാഷയും പെരുമാറ്റവും മുൻനിർത്തി പ്രമുഖ ആരോഗ്യ വിദഗ്ധർ പുറത്തുവിട്ട വിവരങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 4 മാസത്തെ ആയുസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂവെന്നും അദ്ദേഹത്തിന്റെ മസ്തിഷ്കം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ആരോഗ്യരംഗത്തെ ഒരു വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലൈസൻസ് ഉള്ള ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ് ആണ്. രാഷ്ട്രീയ നിരീക്ഷകൻ ഡേവിഡ് പാക്മാനുമായുള്ള അഭിമുഖത്തിൽ ഈ അവകാശവാദം ഉന്നയിച്ചത് എന്നതാണ്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപിന്റെ കൈകളിൽ അസാധാരണമായ ചതവുകൾ പതിവായി പ്രത്യക്ഷപ്പെടുകയും അവ പലപ്പോഴും മേക്കപ്പ് ഉപയോഗിച്ച് മറച്ചുവെക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ അദ്ദേഹം ഇടയ്ക്കിടെ ആശയക്കുഴപ്പത്തിലാവുകയും പൊതുസ്ഥലങ്ങളിൽ മയങ്ങിപ്പോവുകയോ മാധ്യമങ്ങളെ നേരിടുമ്പോൾ സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാവുകയോ ചെയ്തിട്ടുണ്ട്. ജനുവരി 22 സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ബോർഡ് ഓഫ് പീസ് ഉൾപ്പെടുന്ന ചടങ്ങിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടത് കൈയുടെ പിൻഭാഗത്ത് ഒരു ചതവ് കാണാമെന്നും പിന്തുണയുള്ള ബോർഡ് ഓഫ് പീസ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷമുള്ള ഗാസ മുനമ്പിലെ ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ നിയന്ത്രിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയപ്പെടുന്നത്. നടൻ ബ്രൂസ് വില്ലിസിനെ പോലെ ട്രംപിനും കഠിനമായിട്ടുള്ള ആരോഗ്യ തകർച്ച ഉണ്ടാകാൻ ഇനി ഏകദേശം 4 വർഷം മാത്രമേ ഉള്ളൂ എന്നാണ് ജെയിംസിന്റെ അവകാശവാദം എന്ന് പറയപ്പെടുന്നത്. ട്രംപിന്റെ സമീപകാലത്തെ പൊതുപ്രസംഗങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവ്യക്തവും പരസ്പര ബന്ധമില്ലാത്തതുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രത്യേകിച്ചും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രസംഗത്തിനിടെ ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും മാറിപ്പറയുകയും ചിന്താധാര മുറിയുകയും പിന്നീട് ബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്ക് മാറുകയും ചെയ്തത് ആശയക്കുഴപ്പത്തിലായതിന്റെ ലക്ഷണങ്ങളായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ ചിന്താധാരകളിലെ വ്യതിചലനം ട്രംപിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിന്റെ സൂചനയാണ് എന്ന് ആദം ജെയിംസ് തന്നെ അഭിപ്രായപ്പെട്ടു. അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബാണ്. ട്രംപിന്റെ തലയോട്ടിക്കുള്ളിൽ ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയപ്പെടുന്ന ഭാഗം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. MRI സ്കാനുകളിൽ ഇത് വ്യക്തമാകും. അതുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം MRIക്ക് പകരം CT സ്കാനുകളിലേക്ക് മാറിയത് എന്നും, കാരണം മസ്തിഷ്കം ചുരുങ്ങുന്നവർക്ക് അവർക്കത് കാണിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. ചിന്തകൾ ക്രമീകരിക്കുന്നതിൽ മസ്തിഷ്കത്തിന്റെ ഈ ഭാഗം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ജെയിംസ് പറയുമ്പോഴും, അല്ലെങ്കിൽ ജെയിംസ് വിശദീകരിക്കുമ്പോഴും അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെയും ഒരു വിശദീകരണം വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതൊരു അനൗദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രമാണ്. അടുത്തിടെ വെനിസ്വേലയിലെ സ്ഥിതിഗതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൈന്യത്തിന്റെ അതീവ രഹസ്യമായിട്ടുള്ള ഈ ഡിസ്കോ ബോംബിലേറ്റിനെ കുറിച്ച് ട്രംപ് പരാമർശിച്ചു. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് അനുവാദമില്ല എന്ന് എനിക്ക് അറിയാമെന്ന് ട്രംപ് ഈ അതീവ രഹസ്യ വിവരം വെളിപ്പെടുത്തുന്നതിനിടെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് സംസാരിക്കാൻ പാടില്ലെന്നറിയാം, പക്ഷെ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ആദം ജെയിംസ് നിരീക്ഷിച്ചത്. ഇനി ഫ്രോണ്ടോടെമ്പോറൽ ഡിമെൻഷ്യയാണ് ട്രംപിനെ ബാധിച്ചിരിക്കുന്നത് എങ്കിൽ രോഗനിർണയത്തിന് ശേഷം 7-12 വർഷം വരെയാണ് ആയുർദൈർഘ്യം സാധാരണയായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഈ വെളിപ്പെടുത്തലുകളോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നടൻ ബ്രൂസ് വില്ലിസിനെ പോലെ ട്രംപിനും കഠിനമായിട്ടുള്ള ആരോഗ്യ തകർച്ച ഉണ്ടാകാൻ ഇനി ഏകദേശം 4 വർഷം മാത്രമേ ഉള്ളൂ എന്നാണ് ജെയിംസിന്റെ അവകാശവാദം. മറ്റൊരു വിദഗ്ധനായിട്ടുള്ള ഡോക്ടറായിട്ടുള്ള ജോൺ ഗാർട്ട്നർ, അദ്ദേഹം മുൻ ജോൺ ഹോപ്കിൻസിന്റെ മെഡിക്കൽ സ്കൂൾ ഓഫിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറയുന്നത് പക്ഷാഘാതം ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ പ്രസിഡന്റിനുണ്ട് എന്നാണ്. ദാവോസിലെ റെഡ് കാർപ്പറ്റിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹം വേച്ചു പോകുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നും ഇത് തലച്ചോറിന്റെ ഇടതുവശത്തെ പക്ഷാഘാതവുമായിട്ട് ബന്ധപ്പെട്ടതാകാമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി 1980കളിൽ വളരെ വ്യക്തമായി സംസാരിച്ചിരുന്ന ട്രംപിന് ഇന്ന് ഒരു വാചകം പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത് അൾഷിമേഴ്സിന്റെയോ ഡിമിനിഷ്യയുടെയോ ലക്ഷണമാകാമെന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദാവോസിൽ വെച്ചെടുത്ത ചിത്രങ്ങളിൽ ട്രംപിന്റെ ഇടത് കൈയുടെ പിൻഭാഗത്ത് വലിയ ചതവുകൾ വ്യക്തമായിട്ട് കാണാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മേക്കപ്പ് ഉപയോഗിച്ച് മറയ്ക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന്. ഇടയ്ക്കിടെ ഇത്തരം പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത് രക്തചംക്രമണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ചികിത്സകളുടെ പാർശ്വഫലമോ ആകാം എന്നുള്ളതാണ് നിഗമനം. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം വൈറ്റ് ഹൗസ് തള്ളിക്കളയുകയാണ്. പ്രസിഡന്റ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും പ്രായത്തിൻ്റെതായിട്ടുള്ള സാധാരണ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും വൈറ്റ് ഹൗസിനെ അധികരിച്ചുകൊണ്ട് കാരോലിൻ ലിവിറ്റ് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നില അതീവ ഗുരുതരമാണ് എന്നും ലോകത്തെ ഇത്രത്തോളം വിറപ്പിച്ച ഡൊണാൾഡ് ട്രംപ് അവസാനം വീണുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നും പറയേണ്ടി വരുന്നത്. ഈ വാർത്തകൾ എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് ഇതുവരെയും വൈറ്റ് ഹൗസ് അതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. മാത്രമല്ല ഈ ആരോപണങ്ങളെല്ലാം വൈറ്റ് ഹൗസ് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ നില എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെ 2ാം വട്ടവും ജയിച്ച് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിലെ അവ്യക്തത ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.